നമ്മുടെ ഫുഡിനെ മാക്സിമം വരേണ്ടത് ആക്ച്വലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് വരണം, പിന്നീട് പ്രോട്ടീൻ എന്ന് വരണം, പിന്നീട് ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/3 താഴെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് വെച്ച്, ഒരു 1/3 പ്രോട്ടീൻ വെച്ച്, 1/3 ഫൈബേഴ്സും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഹെൽത്തി. നേരെ മറിച്ച് നമ്മുടെ ഒരു ട്രഡീഷണലി നമ്മുടെ സ്റ്റൈൽ എന്താ, നമ്മൾ ആദ്യം ചോറ് 3/4 നമ്മൾ ചോറിടും, പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ചൊരു പ്രോട്ടീൻ, ഏത് ഒരു കഷ്ണം മീനോ അല്ലെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ എന്തെങ്കിലും ഉണ്ടാവും, പിന്നെ കുറച്ച് ഉപ്പേരി, ഇങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്നത്. അതാണ് ട്രഡീഷണൽ. ഞാൻ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല പറയുന്നത്, ട്രഡീഷണലി നമ്മൾ. അപ്പോൾ അതിൽ ഇന്ന് ആക്ച്വലി നമ്മൾ ഫാറ്റും ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും ഹാംഫുൾ ആണ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നത്. കാരണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലറീസ് ആണ്, എക്സസ് കാലറീസ് ആണ് ഇപ്പോഴത്തെ ഫുഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ പറഞ്ഞ ഈ മയനൈസിലൊക്കെ അതിൽ കൊളസ്ട്രോൾ കണ്ടൻറ്റ് അധികമുണ്ട്, പക്ഷേ ഈ ഫാറ്റി കണ്ടൻറ്റ് ഉള്ളതും നമുക്ക് വല്ലപ്പോഴും കഴിക്കാം, എന്നും കഴിക്കാതെ. ഇപ്പം നമുക്കൊരാൾക്ക് ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴും കഴിക്കാം. ക്വാണ്ടിറ്റിയും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കഴിച്ചു, അത് നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി, ഞാൻ അൺഹെൽത്തി ആണല്ലോ കഴിച്ചതെന്ന് ഫ്രൈഡ് ചിക്കൻ. അങ്ങനെ എന്ത് ചെയ്യുമോ, ഇന്ന് ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കഴിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു ആപ്പിൾ മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് മാത്രം, ഒരു ഫ്രൂട്ട് ബോൾ മാത്രം കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാം. അങ്ങനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അതാണ് അതിലെ പോയിന്റ്.